നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്ന് ഞാൻ പറയുന്ന കഥയിലേക്ക് എന്റെ നല്ലവരായ എല്ലാ ഫ്രണ്ട്സിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എന്റെ പേര് ശരത്ത്. തിരുവനന്തപുരം ജില്ലയിലാണ് ഞാൻ താമസിക്കുന്നത്. എനിക്ക് 24 വയസ്സുണ്ട്. ഇതുവരെ ജോലിയൊന്നും ആയില്ല. അമ്മയുടെ തണലിൽ അങ്ങനെ അടിച്ചു പൊളിച്ച് താമസിക്കുന്നു. വീട്ടിൽ ഞാനും എന്റെ അമ്മയും മാത്രമാണ് താമസിക്കുന്നത്. അച്ഛൻ നേരത്തെ ഒരു ആക്സിഡന്റിൽ പെട്ട് മരിച്ചുപോയി. അമ്മ സ്കൂൾ ടീച്ചറാണ്. അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അച്ഛൻ നേരത്തെ മരിച്ചത് പോയത് കൊണ്ടാകണം ഒട്ടും ഉടയാത്ത ആ ശരീരഭംഗി ആരെയും ആകർഷിക്കുന്നതായിരുന്നു. 5 അടിയോളം പൊക്കവും നല്ല വെളുത്തു തടിച്ച ശരീരവും ആ വട്ടമുഖത്തിൽ എടുത്തു കാണിക്കുന്ന മൂക്കുത്തിയും എല്ലാം കൊണ്ടും അമ്മയെ കാണാൻ ഒരു പ്രത്യേക സൗന്ദര്യമായിരുന്നു. രാവിലെ അമ്മ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എന്റെ പണിയെന്ന് പറഞ്ഞാൽ TV കാണലും മൊബൈൽ കാണലും ഒക്കെയാണ്. അങ്ങനെ ഒരു ദിവസം ഒരു ഉച്ചയായപ്പോൾ അമ്മ സ്കൂളിൽ നിന്നിങ്ങി വന്നു. എന്താ അമ്മേ, ഇന്ന് ഉച്ചവരെ ഉള്ളോ? ഞാൻ ചോദിച്ചു. ആ, ഇന്ന് ഉച്ച കഴിഞ്ഞ് ക്ലാസ് ഇല്ല മോനെ, അതുകൊണ്ട് ഞാനിങ്ങി പോന്നു. നീ ചോറുണ്ടോ? ഇല്ലമ്മേ. എന്നാൽ ഞാൻ കുളിച്ചിട്ട് വരാം. അതും പറഞ്ഞ് അമ്മ ബാത്റൂമിലേക്ക് പോയി. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് അമ്മ അടുക്കളയിൽ ചെന്ന് ചോറ് വിളമ്പി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു. ഞാൻ കൈ കഴുകി ടേബിളിൽ ചെന്നിരുന്നു. ഞാനും അമ്മയും കൂടി ഓരോന്ന് പറഞ്ഞിരുന്ന് ചോറുണ്ടു. വൈകിട്ട് വീടിന്റെ വരാന്തയിൽ ഇരിക്കുമ്പോഴാണ് ഒരു പെട്ടിവണ്ടിയിൽ പച്ചക്കറികൾ എന്നും വിളിച്ചുകൊണ്ട് അതിലേ വന്നത്. നോക്കിയപ്പോൾ നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ള ഗോപിയണ്ണനാണ് പച്ചക്കറി വണ്ടിയിൽ വന്നത്. പെട്ടിവണ്ടി ഞങ്ങളുടെ വീടിന്റെ തൊട്ട് മുമ്പിൽ നിർത്തി. ഞാൻ അമ്മയെ വിളിച്ചു പറഞ്ഞു, അമ്മേ, പച്ചക്കറി വല്ലതും വേണോ? എന്തിയടാ, ദോണ്ട വഴിയിൽ നിർത്തിയേക്കുന്നു. ഞാൻ ദേ വരുന്നു. അതും പറഞ്ഞ് അമ്മ അകത്തെ അടുക്കളയിൽ നിന്ന് ഇറങ്ങി വന്നു. അമ്മ പച്ചക്കറി വാങ്ങാൻ അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ ഗോപിയണ്ണൻ അമ്മയെ നോക്കിയൊന്ന് വെളുക്ക ചിരിച്ചു. അയാളുടെ ചിരിക്ക് അമ്മയെ കണ്ടപ്പോഴുള്ള ഒരു സന്തോഷമായിരുന്നു. പച്ചക്കറി അമ്മ ഓരോന്നും തൂക്കി മേടിച്ചു. വണ്ടിയിൽ നാടൻ ചീനി ഇരിക്കുന്നത് കണ്ടപ്പോൾ അമ്മ ഒരു തൂക്കം ചീനിയും മേടിച്ചു. എന്താ ടീച്ചറെ, ടീച്ചറിന് വലിയ സന്തോഷത്തിലാണല്ലോ. പച്ചക്കറി എല്ലാം തൂക്കി മേടിച്ചു. എന്താ വിശേഷം വല്ലതും ഉണ്ടോ? ഗോപിയണ്ണൻ ഒരു ചെറു ചിരിയോടെ ചോദിച്ചു. അമ്മ മിക്കവാറും പച്ചക്കറി 100 രൂപയുടെ ഒരു കിറ്റാണ് മേടിക്കാറുള്ളത്. അതുകൊണ്ടാണ് ഗോപിയണ്ണൻ അങ്ങനെ ചോദിച്ചത്. അതുമാത്രമല്ല, ഇന്ന് ടീച്ചറിന്റെ മുഖം കാണാൻ ഒരു പ്രത്യേകതയുണ്ട്. അങ്ങേരത് പറഞ്ഞപ്പോൾ അവിടെ പച്ചക്കറി മേടിക്കാൻ കൂടി നിന്ന ഞങ്ങളുടെ അയലത്തെ ചേച്ചിമാർ അമ്മയെയും ഗോപിയണ്ണനെയും വല്ലാത്ത ഒരു നോട്ടം നോക്കുന്നത് ഞാൻ കണ്ടു. അല്ലെങ്കിലും ജോലിയൊന്നുമില്ലാതെ അവിടെയും ഇവിടെയും ഇരുന്ന് കൊതിയും നുണയും പറഞ്ഞു നടക്കുന്ന അവർക്ക് അമ്മയുടെ ജോലിയിലും പ്രത്യേകിച്ച് അമ്മയുടെ ആ സൗന്ദര്യത്തിലും ഭയങ്കര അസൂയയാണ്. ഗോപിയണ്ണന്റെ ആ പറച്ചിൽ കേട്ടപ്പോൾ അമ്മയുടെ ചിരിയും ആ മുഖത്തെ സന്തോഷവും കണ്ടപ്പോൾ എനിക്കും വലിയ സന്തോഷം തോന്നി. പെട്ടെന്നാണ് കിഴക്കേലെ തങ്കമണി ചേച്ചി ചോദിച്ചത്, അതെന്താ ഗോപി, അവൾക്ക് മാത്രമേ ഉള്ളോ? എന്താ ഞങ്ങൾക്കൊന്നും ഇല്ലേ? അവരുടെ ആ പറച്ചിൽ കേട്ടപ്പോൾ ബാക്കി നിന്ന പെണ്ണുങ്ങൾ എല്ലാവരും കൂടി കൂട്ടമായി ചിരിച്ചു. അമ്മ പെട്ടെന്ന് പച്ചക്കറിയുടെയും ചീനിയുടെയും കാശ് കൊടുത്തിട്ട് ഒരു ചിരിയും ചിരിച്ചൊന്നും മിണ്ടാതെ വീട്ടിലേക്ക് നടന്നു. അമ്മയ്ക്കറിയാം, അവിടെ നിന്ന് എന്തെങ്കിലും മിണ്ടിയാൽ പിന്നെ നാണക്കേട് നമുക്കാണ്. കാരണം ഒരെണ്ണത്തിനും വിവരം തൊട്ട് തീണ്ടിയിട്ടില്ലാത്തതായിരുന്നു. പ്രത്യേകിച്ച് കിഴക്കേലെ തങ്കമണി ചേച്ചിക്ക്. വീട്ടിലേക്ക് വന്ന അമ്മയെ നോക്കി ഞാൻ ചോദിച്ചു, അവളുമാർക്കൊക്കെ അമ്മയെ കാണുമ്പോൾ വല്ലാത്ത കണ്ണുകടിയാണല്ലോ. അമ്മ തല ഉയർത്തി എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. അല്ല, അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ. അതെന്താ അമ്മയുടെ ചോദ്യം? അമ്മാതിരി ഗ്ലാമറല്ലേ അവളുമാരുടെ മുമ്പിൽ പോയി നിന്നുകൊടുത്തത്. ഞാനത് പറഞ്ഞപ്പോൾ അമ്മയുടെ മുഖത്ത് ഒരു നാണം കലർന്ന ചിരി. ഒന്ന് പോടാ അവിടുന്ന്, എന്തോന്ന് ഗ്ലാമർ? അപ്പോൾ അവളുമാര് വേറെ ആരെയും കണ്ടിട്ടില്ല അല്ലേ? അതൊന്നും അല്ലടാ, അവളുമാർക്ക് ഇങ്ങനെ ആരെയെങ്കിലും ഒക്കെ ദുഷിക്കണം, അതൊരു സുഖമാ. ടീച്ചർ പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷേ ഇത് അവര് പറഞ്ഞത് നഗ്നമായ ഒരു സത്യമാ. അത് കേട്ടതും അമ്മ ചിരിച്ചുകൊണ്ട് പോടാ അവിടുന്ന് എന്നും പറഞ്ഞ് അടുക്കളയിലേക്ക് കയറിപ്പോയി. ഞാനും അമ്മയുടെ പുറകെ അടുക്കളയിൽ ചെന്ന് പാചക കാര്യങ്ങളിൽ അമ്മയെ സഹായിച്ചു. പാചകത്തിനിടയിൽ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. രാത്രിയിൽ അത്താഴമെല്ലാം കഴിഞ്ഞ് ഞാനും അമ്മയും ഹാളിലിരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ മൊബൈലിൽ ആരോ വിളിച്ചത്. ഞാൻ ചെന്ന് എടുത്തു നോക്കിയപ്പോൾ എന്റെ സുഹൃത്ത് രഘുവാണ്. ഞങ്ങൾ സംസാരിക്കുന്നത് അമ്മ കേൾക്കണ്ട എന്ന് വിചാരിച്ച് ഫോണുമായി ഞാൻ എന്റെ മുറിയിലേക്ക് പോയി. ആ പറയടാ രഘു, എന്തുണ്ട് വിശേഷം? എടാ, ഇന്ന് അടിച്ചു പൊളിച്ചു കേട്ടോ. എന്തുവാടാ? ഞാൻ ആകാംക്ഷയോടെ അവനോട് ചോദിച്ചു. എടാ, ഞാൻ ഇന്നൊരു ചേച്ചിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ആ ചേച്ചിക്ക് എന്നെ വലിയ കാര്യമാ. അതുകൊണ്ട് കാര്യങ്ങളെല്ലാം എളുപ്പമായി. എന്തായാലും അടിപൊളിയായിരുന്നു. അതും പറഞ്ഞ് അവൻ ചിരിച്ചു.
എന്തായാലും നിന്റെയൊക്കെ സമയം കൊള്ളാമടാ. നിന്റെയൊക്കെ തലയിൽ വരച്ചതേ എന്റെ എവിടെയെങ്കിലും ഒന്ന് വരച്ചാൽ മതിയായിരുന്നു. ഞാൻ ചെറിയൊരു അസൂയയോടെയാണ് അത് പറഞ്ഞത്. ഞാനത് പറഞ്ഞപ്പോൾ അവൻ പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് അവൻ ചോദിച്ചു, നിന്റെ കാര്യങ്ങളൊക്കെ എന്തായടാ? ഓ, അതങ്ങനെ മെല്ലെ മെല്ലെ ഇഴഞ്ഞു പോകുന്നടാ. ആ, കല്യാണപ്രായമൊക്കെ ആയി. നീ എല്ലാം പഠിക്ക്. ഞാൻ പറഞ്ഞ കാര്യമേ നിന്റെ മനസ്സിലുണ്ടായാൽ മതി. പിന്നെ അവൻ ചോദിച്ചു, എന്താടാ നിനക്കൊരു സന്തോഷമില്ലാത്തത്? അമ്മയായതുകൊണ്ടാണോ? നിന്റെ നാണമൊക്കെ കാണുമ്പോൾ അവർക്ക് മനസ്സിലാകുമടാ. അതുകൊണ്ട് നിനക്ക് ധൈര്യമായി മുന്നോട്ട് പോകാം. ആ, നീ പറഞ്ഞത് ശരിയാ. ഇതൊക്കെ സംസാരിക്കുമ്പോഴും രഘുവിന്റെ മനസ്സിൽ വേറൊന്നായിരുന്നു. രഘുവിനും 10-25 വയസ്സായിട്ടും കല്യാണമൊന്നും കഴിയാതെ പലയിടത്തും ചേക്കേറി അങ്ങനെ നടക്കുകയാണ്. ഇവന്റെ അമ്മ ആളൊരു അടിപൊളി സാധനമാണ്. സത്യം പറഞ്ഞാൽ അവരെ വെച്ച് നോക്കുമ്പോൾ താൻ ഇതുവരെ വളച്ച സ്ത്രീകൾ ദൂരെ മാറി നിൽക്കും. ഇവനുമായി നല്ലൊരു സുഹൃത്ത് ബന്ധമാണ്. അല്ലെങ്കിൽ അവരെ ഒന്ന് വളച്ചു നോക്കാമായിരുന്നു. അവരാണെങ്കിൽ കൊടുമ്പിരി കൊണ്ട് നിൽക്കുകയാണ്. അവന്റെ അച്ഛൻ നേരത്തെ മരിച്ചുപോയതുകൊണ്ട് അവർക്കും ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പറയാൻ പറ്റില്ല. അവർക്കും ചിലപ്പോൾ ആരെങ്കിലുമായിട്ട് എന്തെങ്കിലുമൊക്കെ കാണും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതൊരു മട്ടൻ ബിരിയാണിയാണ്. അതൊന്ന് കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ. രഘുവിന്റെ വായിൽ വെള്ളമൂറി. എടാ രഘു, നീ എന്താടാ ഫോണും പിടിച്ചോണ്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഞാൻ ഉറക്കെ ചോദിച്ചു. അപ്പോഴാണ് അവൻ സ്വപ്നത്തിൽ നിന്നും ഉണർന്നത്. ഓ, ഒന്നുമില്ലടാ. ഞാനങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചങ്ങനെ നിന്നുപോയി. ആ, പറയടാ, ഞാൻ പറഞ്ഞു. രഘു നടന്ന കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ എന്റെ അടുത്ത് പറഞ്ഞു. അതൊക്കെ കേട്ട് എനിക്കാണെങ്കിൽ ആകെ വല്ലാതെയായി. അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞ് ഫോൺ വെച്ചു. ഞാൻ നേരെ ഹാളിലേക്ക് ചെന്നു. അപ്പോഴേക്കും അമ്മ ടിവിയിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ചെന്നപ്പോൾ അമ്മ പെടലി ചരിച്ച് എന്നെ ഒന്ന് നോക്കി. ആരായിരുന്നടാ ഫോണിൽ? അമ്മ ചോദിച്ചു. വർക്ക്ഷോപ്പ് നടത്തുന്ന രഘുവായിരുന്നമ്മേ, ഞാൻ പറഞ്ഞു. എന്തുവായിരുന്നു രണ്ടുപേരും കൂടി ഇത്ര സ്വകാര്യം പറച്ചില്? നീ അങ്ങ് അപ്പുറത്തെ മുറിയിലോട്ട് പോകുന്നത് കണ്ടല്ലോ. അമ്മ എന്റെ മുഖത്തേക്ക് രൂക്ഷമായി ഒന്ന് നോക്കി. ഓ, ഒന്നുമില്ല. ഞങ്ങൾ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. രണ്ടും കല്യാണം കഴിക്കാതെ ഇങ്ങനെ നിൽക്കുവല്ലയോ? എനിക്കെല്ലാം മനസ്സിലാകും. 10 പ്രസവിച്ച പെണ്ണിനോട് കടിഞ്ഞൂൽ പ്രസവത്തിന്റെ കാര്യം നീ പറയല്ലേടാ മോനെ. അമ്മ എന്തോ മനസ്സിൽ വെച്ചുകൊണ്ടാണല്ലോ അത് പറയുന്നത്, ഞാൻ ഓർത്തു. ഞാൻ അമ്മയെ നോക്കി ഒരു വളിച്ച ചിരിയിരിച്ചു. വാ മോൻ, നിന്ന് വിഷമിക്കണ്ട. വാ, അമ്മയുടെ അടുത്ത് വന്നിരിക്കി. ഞാൻ പതുക്കെ സെറ്റിയിൽ അമ്മയുടെ അടുത്തിരുന്നു. അപ്പോഴും ടിവിയിൽ സിനിമ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറക്കം വന്നു. ഞാനിരുന്ന് ഉറക്കം തൂങ്ങാൻ തുടങ്ങി. മോൻ ഉറക്കം വരുന്നോടാ? വാ, അമ്മയുടെ മടിയിലോട്ട് തലവെച്ച് കിടന്നു. ഞാൻ പതുക്കെ സെറ്റിയിലോട്ട് കാല് നീട്ടിവെച്ച് തല അമ്മയുടെ മടിയിലുമായിട്ട് കിടന്നു. അമ്മ കൈയെടുത്ത് എന്റെ മുടിയിഴകൾ തഴുകിത്തന്നു. എനിക്കാണെങ്കിൽ നേരത്തെ ഫോണിൽ കൂടി രഘു പറഞ്ഞ കാര്യവും അമ്മയുടെ തലോടലും കൂടി ആയപ്പോൾ എന്തോ എവിടെ നിന്നൊക്കെ ഒരു തരിപ്പ് അനുഭവപ്പെടാൻ തുടങ്ങി. എന്റെ ആ നെളിവിരി കണ്ടിട്ട് അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. അമ്മയ്ക്കും ചെറുതായി എന്തൊക്കെയോ തോന്നി തുടങ്ങി. പിന്നെ ഇവിടെ ഒരു മഴയ്ക്കുള്ള വട്ടം കൂട്ട് തുടങ്ങി. ടിവിയിൽ അപ്പോൾ സിനിമയിലുള്ള ഒരു പാട്ട് സീൻ അരങ്ങേറുകയായിരുന്നു.